ഹലോ, ഇസ്മി അജീഷ്. അങ്ങനെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടിരിക്കുകയാണ്. ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. എനിക്കിത് പേഴ്സണലി ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ തരാത്തൊരു പടമായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു ആവറേജ്, ഒരു ബിലോ ആവറേജ്, ആ ഒരു റേഞ്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. പടം ഒരു ഗംഭീര പടമല്ല, എന്നാൽ ഒട്ടും മോശം എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പടവും അല്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ തരാത്ത ഒരു നമുക്ക് ഒരു പടം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സ് നിറഞ്ഞ ആ ഒരു ഫീൽ ഈ പടത്തിൽ നിന്ന് കിട്ടിയില്ല. ഒരു വൺ ഡേ മാച്ചബിൾ, കണ്ടിങ്ങനെ ഇരിക്കാം, ഒറ്റയിരിപ്പിന് കണ്ടു തീർക്കാം, അത്രേ ഉള്ളൂ. ആ ഒരു ഫീലാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നിയത്. ഒരു വൺ ഡേ മാച്ചബിളായിട്ട് ബോറടിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. നമുക്ക് ഒരു പ്രാവശ്യം കണ്ടം കളയാവുന്ന തരത്തിലൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ നാളായിട്ട് നമ്മുടെ ധ്യാനം ഇറക്കുന്ന ബോംബോടങ്ങളൊക്കെ അറിയാലോ, അത് വെച്ച് വളരെ ഭേദപ്പെട്ട ഒരു പടം തന്നെയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. പിന്നെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയുടെ പുതിയൊരു യൂണിവേഴ്സ്, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നത്. ഒരുപാട് പുതുമുഖ താരങ്ങളൊക്കെ പടത്തിലുണ്ട്. ത്രില്ലർ പടമാണ്, പക്ഷെ അത്ര ഒരു ത്രില്ലിങ് എലമെൻ്റ് അത്ര അങ്ങോട്ട് കിട്ടിയില്ല. ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. ആ ഒരു പ്രതീക്ഷയ്ക്കൊത്ത ഒരു സാധനം കിട്ടാത്തത് കൊണ്ടാണ് എനിക്കൊരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തത്. കുറച്ചുകൂടെ ത്രില്ലിങ് ഒക്കെ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഫീലാണ് തോന്നിയത്. ഇൻവെസ്റ്റിഗേഷൻ്റെയൊക്കെ ഒരു അറിയാലോ, നമ്മൾ സാധാരണ ഇൻവെസ്റ്റിഗേഷൻ മൂവി കാണുമ്പോൾ ഉള്ള ഒരു ത്രില്ലിങ് എന്താവും എന്നുള്ള ആ ഒരു ത്വര അത്ര അങ്ങോട്ട് കിട്ടിയില്ല. പക്ഷേ പടത്തിലെ വില്ലൻ അടിപൊളിയായിരുന്നു, കിടിലൻ വില്ലനായിരുന്നു. അത് നല്ല സർപ്രൈസ് ആയിട്ട് തന്നെയാണ് കിട്ടിയത്. വില്ലൻ ആരാണെന്ന് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതെ തന്നെയാണ് ക്ലൈമാക്സിൽ വില്ലൻ. അതൊക്കെ നൈസ് പരിപാടിയായിരുന്നു. പിന്നെ മ്യൂസിക് നന്നായിട്ട്, സ്കോറിങ് എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ.